വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി മുട്ടക്കറി കേട്ടോ. അപ്പോൾ അതിന് തേങ്ങ വറുക്കുകയാണ്. ഇവിടെ ദാ പത്തിരി പരത്താൻ തുടങ്ങുന്നുണ്ട്. ചെറുള്ളി പെരിഞ്ചീരകം ഇട്ടിട്ടാട്ടോ വറുക്കണേ. ചെറുള്ളി പെരിഞ്ചീരകം വേപ്പിൻ്റെ ഇല. ഇതാ മുട്ട ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഇതാ പത്തിരി ഇവിടെ ചുടുണ്ട്. തക്കാളി സവാള ഇതവിടെ അമ്മ പത്തിരി വറുത്തുണ്ട്. തേങ്ങ ആയിട്ടില്ല കേട്ടോ. ഇത് മുട്ടക്കറിക്കുള്ള ഉള്ളി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വറുത്ത് അതിലേക്ക് ഇട്ടിട്ട് വേവിക്കണം. ഇതൊന്ന് വാടിയാൽ മതി. ഇത് നമ്മളിനി കുക്കറിലിട്ട് വേവിക്കണതല്ലേ. പത്തിരി ഇതവിടെ ചുട്ടെടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ. തക്കാളി മീൻ പഠിക്കാൻ പോണോ? ഇന്ന് വേണ്ടെന്ന് എന്താ വെച്ചിട്ടാ അന്ന് ഉണക്കലുണ്ട്. നമുക്ക് അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വേണേ നോക്കിട്ടോ. ഇവിടെ തക്കാളി വാട തുടങ്ങിയിട്ടുണ്ട്. മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി. ചിക്കനിലേ ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല. അതാണ് സംഭവം. കുറച്ച് ഗരം മസാല കേട്ടോ. നമ്മളെ കറി ഒന്ന് മൂടി വെക്കാം. 2 വിസിൽ മതിയാവും. അപ്പം ആവും. ഇനി നമുക്ക് പത്തിരി ചൂടാം കേട്ടോ. കറി അവിടെ ആവാൻ വെച്ചിട്ടുണ്ട്. പത്തിരി വെച്ച വരുന്നില്ല. കുറച്ച് പത്തിരി ഇവിടെ ആയിട്ടുണ്ട്. എന്താ കറി വെക്കണമ്മ? സാമ്പാർ ഇഷ്ടമല്ല കേട്ടോ സാമ്പാർ. സാമ്പാർ ഇല്ല. ഞങ്ങൾ സാമ്പാർ വഴറ്റിയിട്ട് വെള്ളരിക്കും പരിപ്പ് വെച്ച് കേട്ടോ. കാരണം സാമ്പാർ ഇഷ്ടമല്ല. മുട്ടക്കറി ഇവിടെ ആയിട്ടോ. പത്തിരി ഏകദേശം കഴിഞ്ഞു. ഇതാ ഫുള്ളായി. ഇനി ഒന്നും കൂടി ഉള്ളൂ. പത്തിടാൻ പോവാട്ടോ. അത്ര എമൗണ്ട് പറ്റിച്ചാൽ
ചൂടാറെ കഴിയട്ടെ. എമിയേ എമിയേ ആയോ? ഈ പാപ്പ തിന്നാ എന്താ പാപ്പ തിന്നാത്ത മമ്മയുടെ കുട്ടി? ആ അവിടെ അച്ഛ അങ്ങനെ അച്ഛ. ഇതമ്മയുടെ പൊന്നു, മമ്മയുടെ പൊന്നാരാ? പൊന്നപ്പ മമ്മയുടെ പൊന്നില്ലേ? അല്ലേ? എന്താ മമ്മയുടെ പൊന്നൻ്റെ അകത്ത്? പിന്നെ ആരെ കുട്ടിയാ? ഈ ആരെ കുട്ടിയാ? ഓ അല്ലല്ല വാവു ഇല്ല. അങ്ങനെ കോഴിയോ? കോഴി എവിടെ? ആ കരയണ്ട. ബാബുവ പത്തിരി മുട്ടക്കറി ആയിട്ട് ഞാൻ ചായ എടുക്കാൻ പോവാ. ഞങ്ങൾ ഉണ്ടാക്കിയ പത്തിരി മുട്ടക്കറി ഞങ്ങൾ കഴിക്കാൻ പോകട്ടോ. കഴിച്ചാൽ കേട്ടോ ആദ്യം. ചായയോടെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉമ്മ കറിക്കുള്ള ഇതാക്കുന്നുണ്ട്, ശരിയാക്കുന്നുണ്ട്. ഞങ്ങൾ പൊരിക്കാൻ പോവാട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് മസാല ആക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഉണക്കമുളക്, പിന്നെ പെരിഞ്ചീരകം, പിന്നെ ഞാൻ ഇവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും സുർക്കയും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചോറ് ഇവിടെ ആവുന്നുണ്ട്. പെരിഞ്ചീരകം കേട്ടോ. ഇതിങ്ങനെ മസാല ആക്കിയ ഭയങ്കര രസമാണ്. ഇന്നിപ്പോൾ നമ്മൾ മുന്നേ ഞാൻ അടിച്ചൊരു തുടക്കണില്ല. കാരണം വെറുതെ അങ്ങനെ ചെയ്തിട്ട് ഒരു പണി ശരിയാവില്ല, പിന്നെ അവിടെ ഒക്കെ വൃത്തികേടാവും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അടിച്ചൊരു തുടക്കാച്ചിട്ടാ. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. സുറുക്ക് ഒഴിച്ചിട്ടോ കുറച്ച്. ഇത് നന്നായിട്ടൊന്ന് മസാല ആക്കാം. നല്ല മസാല ഒരാൾ ഇവിടെ ഇതാ ക്യാരറ്റ് കഴിക്കുന്നുണ്ട്. ഇനി അത് തക്കാളി കൊടുക്കും. അവിടെ ഞാനത് പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കൈപ്പക്ക മസാല ഒക്കെ വെച്ചിട്ടുണ്ട്. കൈപ്പക്ക വേവിച്ച് വെച്ചിക്കുക. കറി ഇതവിടെ ആയി അടുപ്പത്ത്. കറി ആയിട്ടോ. വായിൽ പഴാണ്. അതാ നല്ലപോലെ വർത്താനം പറയാൻ പറ്റാത്തത്. ആരെങ്കിലും കൈപ്പക്ക എങ്ങനെ മസാല ആക്കിയിട്ടുണ്ടോ? ആദ്യം കൈപ്പക്ക ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ സബോള നന്നായി വാട്ടുക. അതിലേക്ക് പച്ചമുളകും തക്കാളിയും നല്ല വഴറ്റിയിട്ട്, പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം വഴറ്റിയിട്ട് കൈപ്പക്ക ഇട്ടാൽ കുറച്ച് നല്ലോണം വലിയിപ്പിച്ചിട്ടുണ്ടല്ലോ. നല്ല രസമാണ്. കുമ്പളങ്ങി പരിപ്പും കൂട്ടാൻ, അതുപോലെ വെള്ളരിക്കും പരിപ്പും കൂട്ടാനൊക്കെ വെച്ചാൽ അതിലേക്ക് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കൈപ്പക്ക വെച്ചാൽ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ്. ഭയങ്കര ടേസ്റ്റാണ്, വെറുതെ പറയില്ല. പൊരിക്കാൻ പോവാണ്. കുറച്ചൊക്കെ റസ്റ്റ് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ എമ്മി ചിപ്സിന് കറിയാണ്.
ആ ആ നല്ല കരച്ചില്ല. ഇതൊക്കെ നമ്മളെ കയ്പക്ക മസാല ഉണ്ടാക്കുകയാണ്. ഉള്ളി നല്ല വാടിയിട്ട് നമുക്ക് തക്കാളി ഇടാം. ഇത് നമ്മളെ ബ്രിഞ്ചൽ ഫ്രൈ ഇതാ ഇവിടെ ആകുന്നു. ഇനി ഒന്നും കഴിക്കില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ വാശി പിടിച്ചിട്ട് കരയാണ്. ഇത് തക്കാളി ഇട്ടിട്ട് നല്ലോണം വാടക്കാം. അതിലേക്ക് ഇതാക്കാം മഞ്ഞപ്പൊടി, മുളക് പൊടി, പില, പാകത്തിന് ഉപ്പ്. ഇത് നമ്മൾ കയ്പക്ക ഇത് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് ചോറിലേക്കൊക്കെ. കയ്പേ ഉണ്ടാവില്ല കയ്പക്ക. ഷംനുവിന് നല്ല ഇഷ്ടമാണ് കയ്പക്ക മസാല, നല്ല ഇഷ്ടം ഷംനുവിന്. ഇത് നമ്മുടെ വഴുതനങ്ങ ഇവിടെ ആയിട്ടോ. ചോറായി, വഴുതനങ്ങായി. ഇനി മീൻ പൊരിക്കാണ്ട് മാന്തള് പൊരിക്കണം. ഇതാ വഴുതനങ്ങ ഇരിക്കണോക്ക്. പുറത്ത് നല്ല കാര്യപ്പെട്ട ജോലി ചെയ്യാണ് വെള്ളത്തിലേ. അതിന് ഉറക്കമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഞങ്ങളുടെ പിന്നാലെ അടുക്കളയിൽ ഇങ്ങനെ ചുറ്റി നടക്കും. ഇനി അടിച്ച് തുറക്കാണ്ട്, പിന്നെ തിരുമ്പാണ്ട്, അപ്പോൾ പാത്രം കഴുകാം. അടുക്കള കഴിഞ്ഞു. ഇനി ഇവിടെ വൃത്തിയാക്കൽ മാത്രം അല്ലേ? ഞങ്ങളില്ലേ ക്യാമറ ഓഫാക്കിയായിരുന്നല്ലോ, നല്ല പടപടപടാ വർത്താനം പറയും. ക്യാമറ ഓണാക്കി ഞങ്ങൾക്ക് മുണ്ടറിയില്ല. അതാണ് പ്രശ്നം. എൻ്റെ എമ്മിനോടില്ലേ ഓളിയിട്ടിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയിക്കുക. എമ്മി ഇവിടെ വിളിച്ചാ അങ്ങോട്ട് പോണാളാ, അതാണ് അനുസരണ. ഇനി ഇവിടെ കുറേ പാത്രം ഉണ്ട്, അതൊക്കെ കഴുകണം. അപ്പം ഇന്ന് ചോറുണ്ടാക്കിയതാണ് വെള്ളരിക്കയും പരിപ്പും കറി, വഴുതനങ്ങ പൊരിച്ചത്, ഉണക്കൽ, കയ്പക്കുപ്പേരി, ഓമക്കായ അച്ചാറ്. ഇനി ഇത് നമ്മൾ കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.